ഓക്കെ, വെരി ഗുഡ്. എൻ്റെ പേര് തസ്നി മിസ്റ്റിയ. ഞാൻ സർ പറഞ്ഞ പോലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് പവർ ട്രെയിനറാണ്, ടീനേജ് എംപവർമെൻറ്റ് കോച്ചാണ്, അതുപോലെ സ്ട്രെസ് ഹാക്കറാണ്, ഓതറാണ്. ഓക്കെ, ഞാൻ നേരത്തെ ഷഫീഖ് സർ പറഞ്ഞ പോലെ താഴേക്ക് വരാം. എനിക്ക് നിങ്ങളോട് കൂടെ ചേർന്നിരുന്നിട്ടാണ് സംസാരിക്കാനുള്ളത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ഡേ? എങ്ങനെ ഉണ്ടായിരുന്നു? രസമുണ്ടായിരുന്നു അല്ലേ? സൂപ്പറായിരുന്നു അല്ലേ? നിങ്ങൾ എൻജോയ് ചെയ്തോ? ഇവിടെ വന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും ഓരോ ഗസ്റ്റിനെയും നിങ്ങൾ എൻജോയ് ചെയ്തോ? അതിനേക്കാൾ ഉപരി ഇൻസ്പയർ ആയി തോന്നിയോ? അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് എനിക്ക് ഇൻസ്പയർ ആയി തോന്നാനുള്ള കാര്യം? എന്തുകൊണ്ടാണ്? ഞാൻ പറയട്ടെ, ഞാനിവിടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഒരു സെഷനായിട്ട് വലിയൊരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊന്നല്ല വന്നത്. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഒരു ട്രെയിനറായിട്ടോ ഒരു കോച്ചായിട്ടൊന്നല്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ എത്രത്തോളം കേൾക്കാൻ റെഡിയാണോ അത്രത്തോളം ഞാൻ പറയാനും റെഡിയാണ്. ഓക്കെ, അതിന് മുന്നേ ഞാൻ ഹായ് പറയുമ്പോൾ നിങ്ങൾ ഹലോ പറയണം. ഹലോ പറയുമ്പോൾ ഹായ് പറയണം. റെഡിയാണോ? ഞാൻ ഏത് മോഡിലാണോ പറയുന്നത് ആ രീതിയിൽ നിങ്ങൾ പറയണം. ഓക്കെ, ഹലോ, ഹായ്, ഹലോ, ഹലോ. ബാക്കിൽ നിന്നൊന്നും കേൾക്കുന്നില്ലല്ലോ സൗണ്ട്. ഹലോ, ഹായ്, 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 ഹലോ. ഓക്കെ, ഞാൻ ഹലോ പറഞ്ഞിട്ട് 1 എന്ന് 1 2 3 1 എന്നാണ് കാണിക്കണമെങ്കിൽ ഈ 1 ഉള്ള ആളുകൾ ക്ലാപ്പ് ചെയ്യണം. 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3. റെഡിയാണോ? ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ. റെഡിയാണോ? ഹലോ, ഒരു 3 ക്ലാപ്പ് അടിച്ചോളി. ഹലോ, 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 ഹായ്, ഹലോ. എല്ലാ ആളുകളും അടിക്കണം കേട്ടോ. ആ സെഷനിലുള്ള എല്ലാ ആളുകളും അടിക്കണേ. റെഡിയല്ലേ? ഹലോ, ഹലോ. ചില ആളുകളൊന്നും കൈ പൊക്കണേ ഇല്ല. എവിടെ നിങ്ങളെ കൈയൊക്കെ? നിങ്ങൾ ബെഞ്ചിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലാപ്പ് ചെയ്യും. നല്ല സൗണ്ട് കേൾക്കണം. ഹലോ, ഹലോ, ഹായ്, ഹായ്, ഹലോ, ഹലോ. ഓക്കെ, ഓക്കെ, കുറച്ചൊക്കെ ഒന്ന് എനർജി ബൂസ്റ്റ് ആയില്ലേ? ഇല്ലേ? ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് സ്വപ്നമുണ്ടോ? സ്വപ്നമുണ്ടോ? എന്താ മോളുടെ സ്വപ്നം? ഓക്കെ, പറയാൻ പറ്റാത്ത സ്വപ്നമാണല്ലേ? വേറെ ആർക്കാ സ്വപ്നം ഉള്ളത്? ആർക്കും സ്വപ്നമല്ലേ? ഓക്കെ, വെരി ഗുഡ്. എന്താ മോളുടെ സ്വപ്നം? ഒരു പൈലറ്റ് ആവാം. വെരി ഗുഡ്. ഒരു പൈലറ്റ് ആവണം എന്നുള്ള സ്വപ്നമുണ്ട്. ബാക്കിയുള്ളവർക്കോ? സ്വപ്നമുള്ള ആളുകളൊന്ന് കൈ വന്നിച്ചേ. ബാക്കിയുള്ളവർക്കൊന്നും സ്വപ്നമില്ല. എന്താ നിങ്ങളെ സ്വപ്നം? നല്ല ബ്രാൻഡഡ് ഷൂ വാങ്ങിക്കണം, നല്ല ബ്രാൻഡഡ് കോസ്മെറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം, നല്ല ട്രിപ്പ് പോകണം. ഇതൊക്കെയാണോ നിങ്ങളെ സ്വപ്നങ്ങൾ? ആണോ? ഇതൊക്കെ സ്വപ്നം ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്കൊരു സ്വപ്നം വേണ്ടേ? വേണോ? അതെന്തായിരിക്കണം? ഓക്കെ, ഡോക്ടർ ആവുക, എൻജിനീയർ ആവുക, പൈലറ്റ് ആവുക, അങ്ങനെ കുറേ സ്വപ്നങ്ങൾ നിങ്ങൾ പലരും കാണുന്നുണ്ടാവും അല്ലേ? ഇല്ലേ? ഇവിടെ എല്ലാ ആളുകൾക്കും സ്വപ്നം ഉണ്ടാവും. ഉണ്ടോ? ഇല്ലേ? നിങ്ങൾ കാണുന്ന സ്വപ്നം എന്താ? നല്ല സൗണ്ടിൽ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എല്ലാ ആളുകളും ഒരുമിച്ച് ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പറയണം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. സൗണ്ട് പോരല്ലോ? ഇല്ല, നിങ്ങൾക്ക് സ്വപ്നമില്ല മക്കളെ? ഉണ്ടോ? എന്നാൽ നല്ല സൗണ്ടിൽ പറയും സ്വപ്നം. ഓക്കെ, പൈലറ്റ് എന്നുള്ളത് മാത്രമേ ഞാൻ കേൾക്കണുള്ളൂ. ബാക്കിയുള്ള സ്വപ്നങ്ങളൊന്നും ഇവിടെ ആർക്കും ഇല്ല. സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? പക്ഷെ അത് നമുക്ക് പറയാനുള്ളൊരു ധൈര്യമല്ല. സ്റ്റേജിന് മുന്നിൽ വന്നിട്ട് അല്ലെങ്കിൽ 4 ആളുകൾക്ക് മുന്നിൽ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് പറയാനുള്ള ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ധൈര്യം ഇല്ലാത്ത പല മക്കളും ഉണ്ടാവൂലേ? ധൈര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. മാഷാ അല്ലാ, അടിപൊളി. ധൈര്യം കുറച്ച് കുറഞ്ഞ ആളുകളുണ്ട് അല്ലേ? ഇല്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് നമ്മുടെ സ്വപ്നത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്.
പലപ്പോഴും നമ്മളെ പോലുള്ള കുട്ടികൾ, കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികൾ കാണുന്ന സ്വപ്നങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും എന്നറിയോ? ചില സോഷ്യൽ മീഡിയ താരങ്ങളെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ സിനിമ, സീരിയൽ പോലുള്ള വേദികളിൽ നിന്നിട്ട് പല പോസ്റ്ററുകളിലും മറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ആയിട്ട്, ഓക്കെ എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയായി മാറണം, അങ്ങനെ ഒരു പൈലറ്റ് ആവണം, അങ്ങനെ ഒരു പോലീസ് ആവണം, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവണം എന്നൊക്കെ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. ശരിക്കും നമ്മുടെ മേഖല അതായിരിക്കുമോ? ചിലപ്പോൾ ആയിരിക്കൂല അല്ലേ? ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ ആയിരിക്കൂല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആസ് എ ടീനേജ് ഹുഡ്, നിങ്ങളൊരു ടീനേജ് ഹുഡിലുള്ള ഒരു വ്യക്തി എന്നുള്ള രീതി, അല്ലെങ്കിൽ ഒരു ടീനേജർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സ്വപ്നം അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണോ? അതായത് നിങ്ങളുടെ പാഷന് നിങ്ങളുടെ സ്വപ്നവുമായിട്ട് കണക്ട് ചെയ്തതാണോ എന്ന് ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ പാഷനായിട്ട് കണക്റ്റായി പോകുന്നതാണോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ പൈലറ്റ് എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞു, കുറച്ച് ആളുകൾ ഇവിടെ പറഞ്ഞു നിങ്ങളുടെ പാഷൻ എന്താണ്? പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? നമുക്ക് കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള, നമുക്ക് എപ്പോഴും ചെയ്യണമെന്ന് തോന്നുന്ന, നമുക്ക് കൂടുതൽ സ്കില്ലുണ്ടെന്ന് തോന്നുന്ന ഒരു കാര്യം, അതാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പല പാഷനുകളുണ്ട് ഇല്ലേ? നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ ചില ആളുകൾക്ക് നന്നായിട്ട് സംസാരിക്കാനായിരിക്കും കഴിവുണ്ടാവുക, അവർ നന്നായിട്ട് സംസാരിക്കും, അവരുടെ പാഷൻ എന്തായിരിക്കും? സംസാരിക്കുക എന്നുള്ളതായിരിക്കും. ചില ആളുകൾക്ക് നന്നായിട്ട് വരക്കാനായിരിക്കും സ്കില്ലുണ്ടാവുക. ഓക്കെ, അങ്ങനെ പല ആളുകൾക്കും പല സ്കില്ലുകളുണ്ടാവും. നമ്മുടെ സ്കില്ല് എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സ്വപ്നങ്ങൾ കാണാൻ പറ്റണം. ഈ ലോകത്ത് ചെറുത് വലുത് എന്നുള്ള ജോലികളൊന്നും ഇല്ല. നമ്മൾ തൃപ്തതയോട് കൂടിയിട്ട് നമ്മൾ ഏറ്റവും വാല്യൂ കൊടുത്ത് കാണുന്ന ജോലി എന്താണോ അത് എത്ര ചെറിയ ജോലിയാണെങ്കിലും അതിന് പവറുണ്ട്. നമ്മളെങ്ങനെയാണോ ആ ജോലിയെ കാണുന്നത് അതാണ് ആ ജോലിക്കുള്ള വാല്യൂ. സോ നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എന്ത് ചെയ്യാൻ പറ്റണം? സ്വപ്നങ്ങൾ കാണാൻ പറ്റണം. സ്വപ്നമൊന്നും ഇല്ലേ? ഉണ്ട്. പിന്നെ എന്താ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താ ഒരു കോൺഫിഡൻ്റ് ഇല്ലാത്തത്? നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയും എനിക്ക് സ്വപ്നമുണ്ട്, അത് ഞാൻ സ്വപ്നം കാണുന്ന ഒരാളാണെന്നുള്ളത്. ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം എന്നുള്ളത്. നിങ്ങൾ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം എന്നുള്ളത്. അങ്ങനെ ഉറക്കം കെടുത്തുന്ന സ്വപ്നം ഇവിടെയുള്ള ഓരോ കുട്ടികൾക്കും വേണം. ഇവിടെയുള്ള ഓരോ കുട്ടികൾക്കും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ വേണം. അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടോ? ഉറപ്പാ? ഉള്ള ആളുകൾ നല്ല ധൈര്യത്തോടു കൂടി കൈവന്നിച്ച് ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും എന്ത് വേണം? നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വപ്നം വേണം. ആ സ്വപ്നം നമ്മൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റണം. ആ സ്വപ്നത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. ആ സ്വപ്നത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റണം. ആ സ്വപ്നം എന്ന് പറയുന്നത് ഈ ലോകത്തേക്കുള്ള ഒരു വലിയ കോൺട്രിബ്യൂഷനും കൂടി ആയിരിക്കണം. നമ്മൾക്ക് വെറുതെ ഈ ലോകത്തേക്ക് ജനിച്ചവരാണോ? ആണോ? എന്തോ ഒരു പേർപ്പസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? ചില ആളുകൾ ആ പേർപ്പസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിലൂടെ ജീവിക്കുന്ന ആളുകളുണ്ടാകും. ചില ആളുകൾ എന്തിനാ ജീവിക്കുന്നത്? എന്തോ ഭൂമിക്ക് ഭാരമായിട്ട്, കുടുംബത്തിലുള്ളവർക്ക് ഭാരമായിട്ട്, ഈ സൊസൈറ്റിക്ക് ഭാരമായിട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ? ചിലപ്പം നമ്മളുടെ കൂട്ടത്തിലും നമ്മളുടെ കൂട്ടുകാരികളിലും അങ്ങനെ ഉണ്ടാവും. ചിലപ്പം നമ്മളും അങ്ങനെ ഒരു വ്യക്തിയാണോ എന്ന് നമ്മൾ ചിന്തിക്കുകയും വേണം. മറ്റുള്ളവർക്ക്, ഈ കുടുംബത്തിന്, ഈ ലോകത്തിനൊക്കെ ഭാരമായി ജീവിക്കുന്ന ഒരാളാണോ എന്നുള്ളത്. അങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത്? നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ജീവിച്ചു ഇല്ലേ? നമ്മൾ എന്തായാലും ഇവിടെ ജീവിച്ചു, നമ്മൾ ജനിച്ചു. സോ ഇപ്പം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതം ആസ്വദിക്കാൻ നമുക്ക് പറ്റണ്ടേ? എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മരണപ്പെട്ട് ഈ ലോകത്ത് നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി കരയാൻ കുറച്ച് ആളുകൾ ഈ ലോകത്ത് ഉണ്ടാക്കിയെടുക്കണ്ടേ? ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ഈസിയാണ്. നമ്മൾ മരിക്കുന്ന സമയത്ത് ഇവിടുന്ന് കരയാനും വിഷമിക്കാനൊക്കെ. പക്ഷെ ഈ ലോകം മുഴുവനും നമ്മളുടെ മരണവാർത്ത കേട്ട് സങ്കടപ്പെടുന്ന, വിഷമിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ലോകം ഈ വേൾഡിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എത്രത്തോളം അടിപൊളിയായിരിക്കും അല്ലേ? അങ്ങനെ വേണ്ടേ? വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പർപ്പസ്, അങ്ങനെയുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും അപാരമായിട്ടുള്ള കഴിവുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
ഇതിൽ കഴിവുണ്ട് നിങ്ങൾക്കറിയാം അല്ലേ? പക്ഷെ പലപ്പോഴും നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം പൊതുവേദികളിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അടങ്ങുന്ന ചെറിയ വേദികളിൽ പോലും നമുക്ക് സംസാരിക്കാൻ പറ്റാത്തതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് പേടിയാണ് അല്ലേ? പേടിയാണ്, കോൺഫിഡൻറ്റ് കുറവാണ്. ഇതിനൊക്കെ പല പല കാരണങ്ങളുണ്ടാകും. പക്ഷേ ഇതൊന്നും ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയമില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങളിൽ പോലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവിടെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനി ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളായിക്കൊള്ളട്ടെ, എവിടെയായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ധൈര്യപൂർവ്വം പ്രസൻറ്റ് ചെയ്യാൻ, നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങളെ അവിടെ കാണിച്ചു കൊടുക്കാൻ എന്നുള്ളൊരു ധൈര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് പെട്ടെന്ന് ഉണ്ടായിയെടുക്കുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഞാനൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അല്ലേ? ഇതൊന്നും പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. പല ദിവസങ്ങളിലും പല വേദികളിലും സംസാരിക്കാൻ പറ്റാതെ വിറച്ച് നിന്നിട്ടുണ്ട്. സംസാരിക്കാൻ പുറത്തേക്കൊന്നും വരാതെ, വായിലൂടെ ഒന്നും വരാതെ, ശബ്ദമൊന്നും വരാതെ നിന്ന സമയങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമ്മളെ വേദികളിൽ ഇരിക്കുന്ന പല ആളുകളും ഒരുപാട് പരാജയങ്ങളൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല, എന്നെക്കൊണ്ടൊന്നും പറ്റൂല എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, കിട്ടുന്ന ചെറിയ ചെറിയ വേദികളാണെങ്കിൽ പോലും അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഉപയോഗപ്പെടുത്താനൊക്കെ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വപ്നം നമ്മളുടെ പിന്നിൽ വേണം. ആ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വപ്നം നമ്മളുടെ പിന്നിൽ വേണം. സ്വപ്നം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്വപ്നം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമോ? ആഗ്രഹം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലക്ഷ്യവും സ്വപ്നവും ആഗ്രഹവും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ വേണം. പക്ഷേ അതൊക്കെ നമ്മളെ വളർത്തുന്നതായിരിക്കണം, നമ്മളെ തളർത്തുന്നതായിരിക്കരുത്. ഈ ഒരു പ്രായത്തിൽ ഒരു പക്ഷേ നമ്മളെ തളർത്തുന്ന ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ് അല്ലേ? നമ്മളെ തകർക്കുന്ന ഒരുപാട് ചിന്തകൾ, അത് പ്രണയമാവാം, അല്ലെങ്കിൽ മറ്റു പല ലഹരികളാകാം, സോഷ്യൽ മീഡിയ ആവാം, ഫോൺ അഡിക്ഷൻ ആവാം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പം അമിതമായി ഫുഡ് കഴിക്കുന്നതും ഇന്നൊരു ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? ആണ് അല്ലേ? ഇപ്പം നമ്മൾ ലഹരി എന്ന് പറയുന്നത് കഞ്ചാവ്, MDMA അങ്ങനെ പോലെ അത്തരത്തിലുള്ള മദ്യം, ഇതൊന്നും മാത്രമല്ല ലഹരി എന്ന് പറയുന്നത്. നമ്മൾ ലഹരിക്കെതിരെ പലപ്പോഴും ശബ്ദം ഉയർത്തിയിട്ടുണ്ട് ഇല്ലേ? അനാവശ്യമായി നമ്മളെ തകർക്കുന്ന, നമ്മൾ പോലും അറിയാത്ത വേറെ പല ലഹരികളും ഉണ്ട്. അതിലൊന്നാണ് ഭക്ഷണം. അനാവശ്യമായിട്ട് നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അമിതമായി നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, അമിതമായി നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, ഇതൊക്കെ എന്താണ്? ലഹരി തന്നെയാണ്. ഈ ലഹരി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്ത് ചെയ്യുക? ഞാൻ പറയുന്ന ആരും കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, സ്വപ്നം കാണുക. ആ സ്വപ്നം നിങ്ങളെ തളർത്തുന്നതാവരുത്, നിങ്ങളുടെ വളർത്തുന്നതായിരിക്കണം. റെഡിയാണോ? ധൈര്യപൂർവ്വം സ്വപ്നം കാണാൻ ധൈര്യമുള്ള ആളുകൾ ആരൊക്കെ? ധൈര്യപൂർവ്വം സ്വപ്നം കാണാനുള്ള ത്വരിത, അത് പറയാലോ. ഓക്കെ. സ്വപ്നം കാണാൻ ധൈര്യമുള്ള ആളുകൾ ആരാന്ന്? ധൈര്യമുണ്ട് ഇല്ലേ? ബാക്കി കുറച്ച് ആളുകൾക്കൊന്നും ധൈര്യമില്ലാത്ത പോലെ. എന്താ, ഞാൻ സ്വപ്നം കണ്ടാൽ അത് നേടിയെടുക്കാൻ പറ്റൂല എന്നുള്ളൊരു ചിന്തയാണോ? ആണോ? ഞാൻ പറയട്ടെ മക്കളെ, നമുക്ക് സ്വപ്നമില്ല, നമുക്ക് ആഗ്രഹമില്ല, ലക്ഷ്യമില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയോ? ഇപ്പോഴൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പോകും. ഇപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ആഫ്റ്റർ ദ മാരേജ് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലേ? മാരേജ് എല്ലാ ആളുകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മാരേജ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അപ്പം ഒരു പോയിന്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മാരേജ് അല്ലെങ്കിൽ ജോലി സംബന്ധമായി അല്ലെങ്കിൽ നമ്മൾ എന്തായാലും മുതിർന്ന പൗരന്മാരായിട്ട് തീരൂലേ? ഇല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ പല പല സാഹചര്യങ്ങളിലൂടെ, പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോഴേക്ക് നമ്മൾ തകരാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിതീവ്രമായിട്ടുള്ള സ്വപ്നം കാണാൻ നമുക്ക് പറ്റണം. അതിതീവ്രമായിട്ടുള്ള സ്വപ്നം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്ത് തന്നെ സാഹചര്യങ്ങളുണ്ടായാലും, എങ്ങനെയൊക്കെ തന്നെ ആളുകൾ നമ്മളെ തളർത്താനും തകർത്താനും ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഹൃദയത്തിൽ നിന്ന്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലൂടെ
മുന്നിലോട്ട് പറയുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള പല കൗമാരക്കാരായ കുട്ടികൾക്കും സ്വപ്നം കാണാൻ പേടിയാണ്. സ്വപ്നം കാണാൻ പേടിയാണ്. എന്തുകൊണ്ട്? അത് നേടിയെടുക്കാൻ പറ്റൂല. പല പല സാഹചര്യങ്ങൾ, ഫാമിലി അല്ലെങ്കിൽ ചുറ്റിലുള്ള പല ഫാക്ടറും കണ്ടുകൊണ്ട് അവരെന്ത് സ്വപ്നങ്ങൾ കാണാൻ മടിയാണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നീട്ടിവെക്കൽ, പ്രോക്രാസ്റ്റിനേഷൻ. കാര്യം നമ്മളുടെ ഏറ്റവും വാല്യൂഡ് ആയിട്ടുള്ള സമയത്തെ വെറുതെ സോഷ്യൽ മീഡിയക്ക് വെറുതെ നമ്മൾ ഏറ്റവും വാല്യൂഡ് ആയിട്ടുള്ള സമയത്ത് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യൂ ഉള്ള 3 കാര്യത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ? റെഡിയാണോ? അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ റെഡിയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഹെൽത്ത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കാൻ റെഡി അല്ല, നിങ്ങളുടെ ഹെൽത്തിനെ സൂക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ നിങ്ങൾ അതിനെ ഖേദിക്കേണ്ടി വരും. നിങ്ങളുടെ സമയത്തിൻ്റെ വാല്യൂ ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, സമയത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ നിങ്ങൾ റെഡി അല്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഹെൽത്ത്, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ, നമ്മുടെ ബന്ധങ്ങളുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ടെങ്കിൽ അതും നമുക്ക് നാളെ വലിയൊരു തിരിച്ചടിയായിരിക്കും. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ അമ്മ, അച്ഛൻ, ഉപ്പ, ഉമ്മ, നമ്മളുടെ സിബ്ലിങ്സ്, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ഇപ്പോഴുള്ള ഏറ്റവും നല്ല എനർജറ്റിക് ആയിട്ടുള്ള നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള ഈ ഒരു പ്രായം അല്ലേ, നിങ്ങൾക്ക് എത്രമാത്രം ആരോഗ്യമുണ്ട് ഇല്ലേ? ഉണ്ട്. നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല സമയവും ഉണ്ട് നിങ്ങളുടെ മുന്നിൽ, ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും സമയമല്ല പറയും അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെന്ത് പറയും? 10th ആണെങ്കിൽ സമയമല്ല എന്നുള്ളൊരു വലിയ പരാതി, എന്തിനു വിളിച്ചാലും സമയമല്ല. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും സമയമുള്ള സമയം ഏതാണ്? ഈ സമയമാണ്. നിങ്ങൾ വിദ്യാർത്ഥി ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നിങ്ങൾ ഒരു ടീനേജർ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കുള്ള സമയം അതിന് അത്രമേൽ വാല്യൂ ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ നാളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല ആസ്വദിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, മടി മാറ്റിവെച്ചിട്ട്, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മാറ്റിവെച്ചിട്ട് ഇന്നത്തെ സമയത്തെ ഏറ്റവും വേണ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ, ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല എന്നുള്ളത് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് അനുഭവിക്കാത്തതുകൊണ്ട് ചിലപ്പം അതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഞാനൊക്കെ ഇവിടെ ഹെൽത്തിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ പറയട്ടെ മക്കളെ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളെ നാളുകളിൽ നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ തകർക്കും. ഇന്ന് നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാളുകളെ അത് തകർക്കും. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഹെൽത്തിനെ വേണ്ട രീതിയിൽ നിങ്ങൾ സൂക്ഷിക്കുക. അതിന് ഭക്ഷണം, നല്ല ഫുഡ് നിങ്ങൾ കൊടുക്കുക. ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും ഭക്ഷണം ഡിലേ ആക്കിക്കൊണ്ടിരിക്കുന്ന മക്കളാണ്. ഒരു മെയിലൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ? ചിലപ്പോൾ രാത്രി ഒന്നും ഭക്ഷണമേ കഴിക്കൂല. ഭക്ഷണം പല രീതിയിൽ പല സമയങ്ങളിൽ കഴിക്കുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോൾ കഴിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാസ്റ്റ് ഫുഡുകളാണെങ്കിൽ നമ്മൾ ഒരുപാട് കഴിക്കുന്ന ഒരു പ്രവണതയുണ്ട് അല്ലേ? ഇല്ലേ? നിങ്ങളെ തൊട്ട് മുന്നുള്ള ജനറേഷനിലുള്ള ആളുകളാണ് ഞാനൊക്കെ. നമ്മൾ ആ കാലത്തൊന്നും ഹെൽത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയണത് നിങ്ങൾക്ക് ഒരുപാട് ഫാസ്റ്റ് ഫുഡുകളും നമ്മുടെ ശരീരത്തെ തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫുഡുകളൊക്കെ നമ്മളെ ചുറ്റിലുമുണ്ട്. അത് ഒരുപാട് കഴിക്കുന്നവരുമാണ് നമ്മൾ, പ്രത്യേകിച്ച് മധുരമൊക്കെ അല്ലേ? പഠനങ്ങൾ പറയുന്നത് ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ ഇനി വരാൻ പോകുന്നത് ഇനിയുള്ള മക്കളിലാണ്, കുട്ടികളിലാണെന്നുള്ളതാണ്. കാരണം അത്രമേയും മധുരങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഷുഗർ നമ്മൾ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മളിപ്പോൾ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളുകളിൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ ഹെൽത്ത് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. സോ നല്ല ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും നല്ല രീതിയിൽ, നല്ല ബഹുമാനത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ആ ഭക്ഷണം കഴിക്കാൻ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തണം, ശരീരത്തെയും പാകപ്പെടുത്തണം. പിന്നെ ഭക്ഷണം കഴിക്കുന്ന രീതിയിലും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ഫോൺ ഉപയോഗം,
നമ്മൾ പലപ്പോഴും ഒരുപാട് ലേറ്റായിട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകളല്ലേ, നമ്മൾ പഠനമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരുപാട് ലേറ്റായിട്ട്. ഇന്നത്തെ കുട്ടികൾക്ക് ഹെൽത്ത് പരമായിട്ട് പല ഇഷ്യൂസും കാണുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഉറക്കമില്ലായ്മയാണ്. നമ്മളുടെ ഉറക്കം എവിടെ? നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പ് നമ്മളുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? ആത്മാർത്ഥമായിട്ട് ഇവിടെയുള്ള എത്ര കുട്ടികൾക്ക് പറയാൻ പറ്റും നമ്മൾ നല്ല രീതിയിലുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്? വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് ധൈര്യപൂർവ്വം കൈ പൊക്കാൻ പറ്റുന്ന വളരെ ചുരുക്കം ആളുകൾക്കാണല്ലേ. അപ്പം നമ്മളുടെ ഒരു സ്ഥിതിഗതി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഈ ഒരു ചുരുങ്ങിയ പ്രായത്തിൽ തന്നെ നമ്മുടെ ഉറക്കത്തെ നമ്മൾ വേണ്ട രീതിയിൽ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, കുറച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഉത്തരവാദിത്തം വരുന്ന സമയത്ത് അപ്പം നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? അപ്പം ഉറക്കത്തിൻ്റെ മനസ്സിലാക്കുക. ഉറങ്ങുക, വേണ്ട സമയത്ത് ഉറങ്ങുക. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 7 മണിക്കൂറാണെങ്കിൽ 7 മണിക്കൂർ, അതല്ല 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂർ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 7 to 8 മണിക്കൂറാണ്, അല്ലെങ്കിൽ ഒരു 6 to 8 മണിക്കൂറാണ് നമുക്ക് ഉറങ്ങേണ്ടത്. അത് ഓരോരുത്തരുടെയും ശരീരത്തിനനുസരിച്ച് പല രീതിയിലായിരിക്കാം. അപ്പം അതേതാണ്, എൻ്റെ ശരീരത്തിന് എത്ര ടൈമാണ് ഉറക്കം വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയം എന്തായാലും നമ്മളെ ശരീരത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല വാഹനങ്ങൾ നല്ല രീതിയിൽ ഓടണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഫ്യൂവൽ ആവശ്യമാണ്, ഇന്ധനം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നല്ല എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം നമ്മളുടെ ശരീരത്തിൽ ആവശ്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങുക. പിന്നെ ഈ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണോ അത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി നോക്കുക തന്നെ വേണം. നമ്മൾ കുറേ സമയം വളഞ്ഞിട്ട് അല്ലെങ്കിൽ കുറേ സമയം ചെരിഞ്ഞിട്ട് നമ്മൾ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള സ്ട്രക്ചറിലാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ വലിയ രീതിയിലുള്ള മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മളെ ചെന്നെത്തിക്കും. സോ അതും നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ടൈം ഒരുപാടായിട്ടുണ്ട്, വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ, വാല്യൂസ്, അതെന്തൊക്കെയാണ്? 1 നിങ്ങളുടെ ഹെൽത്ത്, 2 നിങ്ങളുടെ സമയത്തിൻ്റെ വാല്യൂ, 3 നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, ഈ 3ൻ്റെയും വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല സൂപ്പർ പവറുള്ള, ഏറ്റവും നല്ല സൂപ്പറായിട്ടുള്ള ഒരു ടീനേജറായിട്ട് ഏറ്റവും നല്ലൊരു അടിപൊളിയായിട്ടുള്ള മക്കളായിട്ട് ജീവിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും. ആ സ്വപ്നങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് പറക്കാനും സാധിക്കും. സോ ധൈര്യപൂർവ്വം സ്വപ്നം കാണുക. ഓൾ ദ ബെസ്റ്റ്.